ഹലോ വെൽക്കം ടു വിർച്വൽ ക്ലാസ് റൂം. അപ്പോൾ ഇന്ന് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അപ്ഡേഷനുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കുകൾ ഈ വർഷവും ചേഞ്ച് ആയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 2024 ഓൾറെഡി ചേഞ്ച് വന്നിട്ടുണ്ടായിരുന്നു. അത് എല്ലാ ക്ലാസ്സിലും അല്ല, ഫസ്റ്റ് സ്റ്റാൻഡേർഡിലും 3rd, 5th, 7th, 9th ഈ സ്റ്റാൻഡേർഡുകളിലെ ടെക്സ്റ്റ് ബുക്കുകളായിരുന്നു കഴിഞ്ഞ വർഷം ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നത്. ഈ വർഷം അതേപോലെ കഴിഞ്ഞ വർഷം ചേഞ്ച് ആവാത്ത ക്ലാസ്സുകളിലാണ് ഈ വർഷം ചേഞ്ചസ് വന്നിട്ടുള്ളത്. 2ാം ക്ലാസ്സിലെയും 4ാം ക്ലാസ്സിലെയും 6ാം ക്ലാസ്സിലെയും 8ാം ക്ലാസ്സിലെയും 10ാം ക്ലാസ്സിലെയും ടെക്സ്റ്റ് ബുക്കുകളാണ് ഈ വർഷം ചേഞ്ചസ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ചേഞ്ച് വന്നതിന് ശേഷം നമ്മൾ അതിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഈ വർഷവും ചെയ്യാൻ പോവുകയാണ്. സ്കൂൾ ടെക്സ്റ്റ് ബുക്കിലെ ചേഞ്ചസ് എങ്ങനെയാണ് PSC എക്സാമിന് എഫക്റ്റ് ചെയ്യുന്നതെന്നും കൂടെ പറഞ്ഞു തരാം. കാരണം നമുക്കിപ്പം ഒരുപാട് ക്വസ്റ്റ്യൻസ് SCERT ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് PSC എക്സാമുകളിൽ വരാറുണ്ട്. അപ്പം നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സിലബസ് വെച്ചാണ് പഠിക്കുന്നതെങ്കിൽ നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് മിസ്സാവും. കാരണം ഇപ്പം PSC ആണെങ്കിൽ ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്ത് മാത്രമല്ല നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. പക്ഷെ അതും കൂടെ നമ്മൾ പഠിച്ചിരിക്കണം. അതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. സിലബസ് മാറുന്ന സമയത്ത് കൂടുതൽ ഇൻഫർമേഷൻസ് ആ സിലബസിലേക്ക് ആഡ് ആവുകയാണ് ചെയ്യുന്നത്. ആ ഇൻഫർമേഷൻസ് നമ്മൾ മിസ് ചെയ്യാണ്ട് എന്തായാലും കവർ ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്ഡേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസിൽ വെച്ചിട്ട് വേണം നമ്മളെപ്പോഴും PSC എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് കൂടുതലും 10th ലെവൽ വരെയുള്ള എക്സാമിനെയാണ് എഫക്റ്റ് ചെയ്യുക. അത് മാത്രമല്ല ബാക്കി എല്ലാ എക്സാമിനാണെങ്കിലും നമുക്ക് SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മിസ് ചെയ്യാണ്ട് പുതിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകളും നോക്കിയിട്ട് തന്നെ വേണം പ്രിപ്പയർ ചെയ്യാനായിട്ട്. അതുപോലെ എല്ലാ സബ്ജക്റ്റുകളും നമുക്ക് സ്കൂൾ ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്തായാലും സോഷ്യൽ സയൻസും ബേസിക് സയൻസും പിന്നെ മാത്സും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നോക്കാം. എന്തായാലും നമ്മൾ ടെക്സ്റ്റ് ബുക്കിനെ ഡിപ്പെൻഡ് ചെയ്യണം. നമ്മുടെ ചാനലിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് സോഷ്യൽ സയൻസും ബേസിക് സയൻസിൻ്റെയും ക്ലാസ്സുകളാണ്. കഴിഞ്ഞ വർഷം മാറിയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ഓൾമോസ്റ്റ് ക്ലാസ്സസ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ പ്ലേലിസ്റ്റ് ചാനലിൽ തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, പോയി കണ്ടു നോക്കുക. ഈ വർഷം നമ്മൾ എല്ലാ ക്ലാസ്സും കവർ ചെയ്യുന്നില്ല കേട്ടോ. നമുക്ക് PSC എക്സാമിന് 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള ചാപ്റ്റേഴ്സാണ് നമ്മൾ കവർ ചെയ്യേണ്ടത്. ആ ക്ലാസ്സുകളിനെ മാത്രം കവർ ചെയ്താൽ മതി. കാരണം ചെറിയ ക്ലാസ്സുകൾ നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ളതിൽ ഈ വർഷം ചേഞ്ചസ് ആയിട്ടുള്ളത് 6ാം ക്ലാസ്സും 8ാം ക്ലാസ്സും 10ാം ക്ലാസ്സുമാണ്. ഈ 3 ക്ലാസ്സസിലെയും സോഷ്യൽ സയൻസും ബേസിക് സയൻസും ആയിരിക്കും നമ്മൾ ഈ ഒരു ചാനലിലൂടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഇത് നമ്മൾ PSC എക്സാമിന് വേണ്ടി മാത്രമല്ല, നിങ്ങൾ സ്കൂൾ ഗോയിങ് സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്കും യൂസ്ഫുൾ ആവുന്ന രീതിയിലായിരിക്കും നമ്മൾ ക്ലാസ്സസ് എടുക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷനും കൂടെ എനേബിൾ ചെയ്ത് വെക്കാം. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് മിസ് ചെയ്യാണ്ട് കാണാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ 6ഉം 8ഉം 10ഉം ആണ് നമ്മൾ കവർ ചെയ്യുന്നത്. അതും സോഷ്യൽ സയൻസും ബേസിക് സയൻസും. ഇതിൽ ഏതിൽ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പി ലേണിംഗ്.